ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരു നോർമൽ ആൻഡ്രോയിഡ് ഫോണോ സാധാരണ ഏതെങ്കിലും ഫോണോണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോനെ എങ്ങനെയാണ് സിനിമാറ്റിക് വീഡിയോ ആയിട്ട് മാറ്റാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് സാധനങ്ങളുടെ ആവശ്യം വരും. ഒരെണ്ണമാണ് സിനിമാറ്റിക് ബാർ, അതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതിൻ്റെ പേരാണ് ഫിൽമോറ. അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഫിൽമോറ ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കണം. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിൽമോറ ഓപ്പൺ ചെയ്യാം. ഫിൽമോറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ വീഡിയോ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ക്രിയേറ്റ് ന്യൂ വീഡിയോ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്യാമറയിൽ എനിക്കിപ്പോൾ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്യാം, എത്ര നേരമാണ് ഈ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പോൾ ഇവിടെ ഒരു 14 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എഡിറ്റ് ടൂൾസിൽ പോവുക. റൈറ്റ് സൈഡിൽ എഡിറ്റ് ടൂൾസിൽ പോയിട്ട് ഇവിടെ PIP ഉണ്ടാവും. PIPയിൽ ക്ലിക്ക് ചെയ്യുക. PIPയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ സിനിമാറ്റിക് ബാർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എത്ര നേരം വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഈ വീഡിയോ ഫുള്ളും വേണം, ഈ സിനിമാറ്റിക് ബാർ, അതുകൊണ്ട് ഫുള്ളാക്കി. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് റീസൈസ് ചെയ്യാം. റീസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നന്നായിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ ഓക്കെ അടിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിവിടെ ടൈറ്റിൽസ് കൊടുക്കുക. ടൈറ്റിൽസ് ൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രീസെറ്റ് ഉണ്ടാവും. പ്രീസെറ്റിൽ നമുക്ക് കുറേ ഇതുണ്ടാവും, കുറേ സ്റ്റൈൽസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് സ്റ്റൈലാണ് നമുക്ക് ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ഡൂഡിൽ നോക്കട്ടെ, ഇതിടാം, പാർട്ടിക്കിൾ 2 എന്ന് ഇടാം. ആ പാർട്ടിക്കിൾ 2 സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. കമ്മിങ് ക്ലോസ് ടു ദ നേച്ചർ, അത് സെലക്ട് ചെയ്യാൻ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ താഴത്ത് പോയിട്ട് മ്യൂസിക് ഉണ്ട്, ഫൈനൽ ടച്ചസിന് മ്യൂസിക് ഒന്ന് കൊടുക്കുക. മ്യൂസിക് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. ഫിൽമോറയുടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്. അത് വേണ്ട, എന്തിനാ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരും. അപ്പോൾ ഓൾറെഡി നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മൈ ലൈബ്രറിയിൽ പോയിട്ട് ഇവിടെ നാച്ചുറൽ പറഞ്ഞൊരു സോങ് ആണ്, അത് സെലക്ട് ചെയ്യുക. കുറച്ച് ഇങ്ങനെ ട്രിം ചെയ്യുക, ഓക്കെ അടിക്കുക. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് വെരി സിംപിളി നിങ്ങൾക്കൊരു സിനിമാറ്റിക് ഷോർട്ടായിട്ട് നിങ്ങളുടെ ഒരു നോർമൽ വീഡിയോനെ സിനിമാറ്റിക് ഷോർട്ടായിട്ട് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സേവ് കൊടുക്കുക. സേവിങ് ദ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ ക്യാമറയുടെ നമ്മുടെ ഫോണിൻ്റെ ഫോൾഡറിൽ സേവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. അതിപ്പോൾ ഇങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് കൂടി പറഞ്ഞുതരാം. ഇത് സേവിങ് ദ പ്രൊജക്റ്റ് 99% എക്സ്പോർട്ടിങ് ദ വീഡിയോ. അപ്പോൾ അവിടെ സേവ് ടു ക്യാമറ റോളുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി അത് നമുക്ക് സുഖമായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.